അമ്മ മരിച്ചുവെന്ന് വിചാരിച്ചില്ല. ഞാൻ വന്നിട്ടാണ് അമ്മയെ കുളിപ്പിക്കുന്നത്. അച്ചാമ്മയ്ക്കും അനിയത്തിക്കും അറിഞ്ഞൂടാ ഓക്സിജന്റെ അളവൊക്കെ വെക്കുന്ന രീതിയൊക്കെ. ഞാനുണ്ടെങ്കിലും ഞാൻ കുളിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. കുഞ്ഞാറ്റ വരട്ടെന്ന് പറയും. കുഞ്ഞാറ്റേനാ വീട്ടിൽ വിളിക്കുന്നത്. ശ്രീലക്ഷ്മി സ്കൂളിലെ പേരാ. അവൾ വന്നെങ്കിലേ അമ്മ വിളിക്കത്തോളൂ. അമ്മയെ എന്തോ വേണമെന്നും പറഞ്ഞു കിടന്നില്ല. എന്തോ വേണമെന്നും പറഞ്ഞു. എന്റെ മക്കൾക്ക് കിട്ടാതെ പോയല്ലോ. ഇത് മൊത്തം കടത്തിലാണ്. വേറെ ഒരു വഴിയില്ല ഇങ്ങോട്ട് പോവാൻ. അയ്യോ എന്റെ പൊന്നെ, എന്റെ കുഞ്ഞ് അനുഭവിച്ചതുപോലെ ഭൂമി മലയാളത്തിൽ ഒരു കുഞ്ഞുങ്ങൾ അനുഭവിച്ചിട്ടില്ലേ. അയ്യോ കരയൊന്നും ചെയ്യല്ലേ. അമ്മമ്മയുണ്ട് മക്കൾക്ക്. ഇത് അച്ഛൻ്റെ സൈക്കിളാണ്. ഇതിനകത്ത് ഞങ്ങളെ സ്കൂളിലും അച്ഛനെ പുറകെ ഇരുത്തിക്കൊണ്ട് സ്കൂളിലും ട്യൂഷനിലും ഒക്കെ കൊണ്ടാക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അയ്യോ എന്റെ പൊന്നെ, എന്റെ കുഞ്ഞ് അനുഭവിച്ചതുപോലെ ഭൂമി മലയാളത്തിൽ ഒരു കുഞ്ഞുങ്ങൾ അനുഭവിച്ചിട്ടില്ലേ. ഒരുപാട് കഷ്ടത എൻ്റെ മൂത്ത മോൾ അനുഭവിച്ചു. ഒരുപാട്. ഞാനുണ്ടെങ്കിലും ഞാൻ കുളിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. കുഞ്ഞാറ്റ വരട്ടെന്ന് പറയും. കുഞ്ഞാറ്റേനാ വീട്ടിൽ വിളിക്കുന്നത്. ശ്രീലക്ഷ്മി സ്കൂളിലെ പേരാ. അവൾ വന്നെങ്കിലേ അമ്മ വിളിക്കത്തോളൂ. അമ്മയെ എന്തോ വേണമെന്നും പറഞ്ഞു കിടന്നില്ല. എന്തോ വേണമെന്നും പറഞ്ഞു. എൻ്റെ മക്കൾക്ക് കിട്ടാതെ പോയല്ലോ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക്. ഞാനാണെങ്കിൽ കടുവ പോയി ശിവൻ ക്ഷേത്രത്തിൽ പോയി മാസം തോറും പക്കനാളിന് പോയി മൃത്യുഞ്ജോമം നടത്തും കായസിന് വേണ്ടി. എൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് ആളായിട്ടിരുന്നാൽ മതി, ഞാനെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. എനിക്ക് കിട്ടിയില്ല. ഞങ്ങളിങ്ങനെ കഴിഞ്ഞു കൂടും. ഈ കൊച്ചു ഇല്ലെങ്കിൽ ഞാനും ഈ രണ്ട് കുഞ്ഞുങ്ങളോട് എങ്ങനെയാണ് ജീവിക്കുന്നത്? ഈ കൊച്ചു വന്ന് നിൽക്കുന്നതുകൊണ്ടാ ചെയ്യാം. അമ്മ മരിച്ചുവെന്ന് വിചാരിച്ചില്ല. സ്കൂളിൽ പോകും. വൈകിട്ടാ ഡോക്ടറിന്റെ വീട്ടിലൊക്കെ പോകുന്നത്. അമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ സ്കൂളിൽ പോകത്തില്ലായിരുന്നു 2 ദിവസം. ഞാന് സ്കൂളിൽ നിന്ന് വരുമ്പോ അമ്മയുടെ കിടക്കുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ടാണ് അമ്മയെ കുളിപ്പിക്കുന്നത്. അച്ചാമ്മയ്ക്കും അനിയത്തിക്കും അറിഞ്ഞൂടാ ഓക്സിജന്റെ അളവൊക്കെ വെക്കുന്ന രീതിയൊക്കെ. ഞാൻ വന്നു കഴിഞ്ഞിട്ടാണ് അമ്മ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് സ്കൂളിൽ നിന്ന്. ഉച്ചയ്ക്ക് അച്ചാമ്മ കൊടുക്കും. രാവിലെ രാത്രി കുളിപ്പിച്ചിട്ട് മരുന്നൊക്കെ കൊടുക്കും. പ്രതീക്ഷിച്ചില്ല അമ്മ മരിച്ചു പോകും. ഇടയ്ക്ക് പറയുമായിരുന്നു, ഞാൻ ഇല്ലേലും മക്കള് നല്ലോണം പഠിക്കണം, നല്ല രീതിയിൽ വരണമെന്നൊക്കെ പറയുമായിരുന്നു. അച്ഛൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല. അവൻ പോയപ്പോഴത്തേക്ക് പിന്നെ അവർക്ക് ഒട്ടും വയ്യാതായി. കൊല്ലത്താറമ്മയുടെ ചികിത്സയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാ നാട്ടുകാരുടെ സഹായം ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ഞങ്ങൾക്ക് വേല ചെയ്തുകൊണ്ട് തരാൻ ആരുമില്ല. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും പൊടിയൊടിച്ച് ആട്ടിനെയും പശുവിനെയും ഒക്കെ വളർത്തി എന്ത് നല്ല രീതിയിൽ ജീവിച്ചു വന്നവരാ. കരയൊന്നും ചെയ്യല്ലേ. അമ്മമ്മയുണ്ട് മക്കൾക്ക്. എന്താ കാലും കൈയൊക്കെ തണുത്തിരിക്കുന്നു. സ്കൂളിലുണ്ട് ചോറ്. മറ്റേ 9ാം ക്ലാസ് ആയി ചോറ് കൊണ്ടുപോകണം. കൂലിപ്പണിയായിരുന്നു അമ്മന് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ചെറിയ ചെറിയ പണിക്കൊക്കെ പോവായിരുന്നു. ഇടയ്ക്കെടുത്തത് അസുഖമൊക്കെ ആയിട്ട് പിന്നെ പോവാതിരുന്നു. ആ സമയത്ത് ആ മാമിക്ക് ഇങ്ങനെ അസുഖം ഉണ്ടെന്നുള്ളത് കാര്യം അറിയുന്നത്. പിന്നെ മാമൻ നോക്കി, പരമാവധി നോക്കി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടി. അപ്പം പറ്റത്തില്ല എന്നൊരു സ്റ്റേജ് വന്നപ്പോഴാണ് മാമൻ ഡിപ്രഷനിലോട്ട് പോവുകയും പിന്നെ കുറെ കാലം വെളിയിലോട്ടൊന്നും ഇറങ്ങത്തില്ലായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ മാമിക്ക് വയ്യാതായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് വീട്ടിലാരും ഇല്ലായിരുന്നു. അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. പിന്നെ മാമൻ സൂസൈഡ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നീട് മാമിയും പിള്ളേരും ഉള്ളായിരുന്നു. പിന്നെ മാമി പെട്ടെന്ന് കിടപ്പിലായി. അത്ര അസുഖം ഇല്ലായിരുന്നു, പെട്ടെന്നാണ് കിടപ്പിലായത്. കിടപ്പിലായി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും ചെറിയ ചെറിയ സഹായങ്ങളും ഉണ്ടായിരുന്നു പിന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ചികിത്സക്കൊക്കെ ഒരുപാട് ചെലവാക്കി. പക്ഷെ പിന്നീട് ഓക്സിജൻ ഒക്കെ കൊടുത്ത് വേണമായിരുന്നു ഇടാൻ, അല്ലാതെ കിടക്കത്തില്ലായിരുന്നു. ഓക്സിജന്റെ അളവ് പെട്ടെന്ന് താഴ്ന്നു പോവും. അങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്നായിരുന്നു മാമിയും മരിച്ചത്. പിന്നെ ഇവരിപ്പോ ഒറ്റയ്ക്കായി. ഇപ്പൊ ഞാനുണ്ട്. വേറെ ആരും ഇല്ലല്ലോ. അമ്മൂമ്മയ്ക്ക് വയ്യാത്തത്, വലിയ പണികളും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കാരണം ഇപ്പം ഞാൻ നിൽക്കുന്നു കൂടെ. ഇനി എന്താണെന്ന് അറിയത്തില്ല. പറ്റുന്നിടത്തോളം നമ്മൾ ചെയ്യും. അച്ഛനും അമ്മയും ഉള്ളപ്പോൾ തന്നെ ഈ ആർമി ചേരണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. 2 പേർക്കും ഉണ്ടായിരുന്നു. അതവർ പറഞ്ഞിട്ടുമുണ്ട്.
അപ്പം പഠിപ്പിച്ച് മാമനെ കൊണ്ട് പറ്റും എന്നൊരു രീതിയിലായിരുന്നു ചെയ്തത്. പഠിപ്പിക്കാൻ ഉള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ പെട്ടെന്നായി. 2 ബാങ്കിലായിട്ട് ലോണുണ്ട്. പിന്നെ അത് അവര് മാമി സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് തന്നെ ബാങ്കുകാർ വന്നതായിരുന്നു. അപ്പൊ നിവർത്തിയില്ല എന്നൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു. ഇപ്പോഴും വന്ന് ഇപ്പം കടം കടത്തി കിടക്കുവാണ്. വീട് മൊത്തം കടത്തിലാണ്. വേറെ ഒരു വഴിയില്ല ഇങ്ങോട്ട് പോവാൻ. ഇവിടെ ഉള്ള നാട്ടുകാർ കുറച്ച് പേര് സഹായിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവര് സംഘടന പോലൊക്കെ ചെയ്തിട്ടുണ്ട്. ഒന്നും അറിയത്തില്ല ഇനിയുള്ള കാര്യങ്ങൾ. ഈ ആഗ്രഹം ആർമിയിൽ പോകണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ആർക്കും അറിയത്തില്ല. പിന്നെ എങ്ങനായിരുന്നു എന്നുള്ളത് കാര്യങ്ങൾ ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയാം. നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നവരാ. അതുകൊണ്ട് പെട്ടെന്നുള്ള ഒരു ഇതായിരുന്നു. ജപ്തിയോ അങ്ങനെ എന്തെങ്കിലും നിയമ നടപടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുന്ന് ഇറങ്ങാല്ലാതെ വേറൊരു വഴിയുമില്ല. ഇപ്പം 3 ലക്ഷം അടയ്ക്കാമെങ്കിൽ നമുക്ക് പ്രമാണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 4.5 പിന്നെ അവൻ മരിച്ചവന്മാർ പലിശ എഴുതുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇളയാള് 4 മുട്ടി സ്കൂളിൽ. ഒരുപാട് കഷ്ടപ്പെട്ടുള്ള ജീവിതങ്ങളൊക്കെ ആയിരുന്നു. അവനെ ജീവിക്കണമെന്നും പറഞ്ഞ് കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കണമെന്നും പറഞ്ഞില്ലേ സാറേ ഈ വീടൊക്കെ വെച്ച് ഇതെല്ലാം ഒരുക്കി കൂട്ടി. അവൾക്ക് വയ്യാതായപ്പോഴത്തേക്ക് അവൻ്റെ സകംനില തെറ്റി. 2 കുഞ്ഞുങ്ങൾ കിടക്കുന്നു, നോക്കാൻ ആളില്ല. ഡോക്ടറെടുക്കെ ചെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം. ഡോക്ടർ അന്നേരം സകല കാര്യം പറഞ്ഞു. 6 മാസത്തെ ഗ്യാരണ്ടി പറഞ്ഞു. പുളിയനാറോട്ടെ വരെ ഞങ്ങൾ കൊണ്ടുപോയി മോളെ രക്ഷിക്കാൻ. ഞങ്ങൾ കേട്ടില്ല. ഞാൻ പിന്നെ മാസം തോറും കടവപ്പോയ പ്രായത്തിന് വേണ്ടി മൃത്യുഹോമം വരെ ഞാൻ നടത്തിയിട്ടുണ്ട്. അമ്പലത്തിൽ പോയി. എന്നിട്ടും ഞങ്ങൾക്ക് ഭഗവാൻ തന്നില്ല.